പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും അത് നീ സ്വീകരിക്കണേ അല്ലാ. അന്ന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. യൂട്യൂബിൽ പരിശോധിച്ചാൽ ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉസ്താദുമാർ ഒരുപാട് സൽക്കർമ്മങ്ങൾ പറയുന്നുണ്ട്. എല്ലാം നമുക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ എല്ലാം കൂടി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ബേജാറാകും, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ചെയ്യേണ്ടതാണോ എന്ന്. ബറാഅത്ത് രാവിലും പകലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചെയ്യേണ്ട, പറയേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഹ്രസ്വമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. 3 യാസീൻ നമ്മൾ ഓതാറുണ്ട്. പണ്ട് മുതലേ നമ്മുടെ കാരണവന്മാർ ഓതി വരുന്ന 3 യാസീൻ ബറാഅത്ത് രാവിൽ. ആ ബറാഅത്ത് രാവിലെ യാസീൻ അസറിന് ശേഷമാണോ ഓതേണ്ടത്, മഗ്രിബിന് ശേഷമാണോ, ഇശാക്ക് ശേഷമാണോ? പല ആളുകൾക്കും പല സംശയങ്ങളാണ്. കൃത്യമായ ഉത്തരം ഇതാണ്. ബറാഅത്ത് രാവിലും പകലിലും നമ്മൾ അറിയേണ്ട, ചെയ്യേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശഅബാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പവിത്രമായ ഒരു രാവ്, അതിശ്രേഷ്ഠമായ ഒരു പകൽ, ബറാഅത്ത് രാവ്. ആ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. ലോക മുഅ്മിൻ, എല്ലാ സ്ഥലത്തുള്ള ഏതെല്ലാം മുസ്ലിമുണ്ടോ, മുഅ്മിനുണ്ടോ, അവരൊക്കെ കാത്തിരിക്കുന്ന വലിയൊരു അസുലഭ മുഹൂർത്തമാണ് ബറാഅത്ത് രാവ്. ആ പരിശുദ്ധമായ ആ ഒരു രാവിനും പകലിനും നമ്മൾ ഇപ്പോഴേ തയ്യാറാവണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് പ്രയാസമാകുന്ന കാര്യങ്ങളല്ല, ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ഒരുപാട് ഉസ്താദുമാർ ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് പറയണം, അത് പറയണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. നമ്മളിതെല്ലാം കൂടി കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസമുള്ളതുപോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ചെയ്യേണ്ട, പറയേണ്ട അത്യാവശ്യം കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ലോക മുസ്ലിം എല്ലാവരും കാതോർക്കുന്ന ആ രാവ് പകല്, അതിനുവേണ്ടിയാണ് മുഅ്മിനീങ്ങൾ കാത്തിരിക്കുന്നത്. കാരണം 5 രാത്രികളിൽ വളരെ പ്രധാനപ്പെട്ട രാത്രികളാണ്. ആ രാത്രികളിൽ ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു വ്യക്തമായി എഴുതി വെക്കുകയാണ്, രേഖപ്പെടുത്തുകയാണ്, പറഞ്ഞു തരുകയാണ്. ആ 5 രാത്രികളിൽ പ്രധാനമായി മഹാനവറുകൾ പറയുന്നത് ലൈലത്തുൽ ബറാഅ, ബറാഅത്ത് രാവാണ്, അഥവാ ശഅബാൻ 15-ാം രാവാണ്. അപ്പോൾ ഈ ലൈലത്തുൽ ബറാഅ, ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പല ആളുകളും ചോദിക്കും, ബറാഅത്ത് രാവ്, ബറാഅത്ത് രാവ്. ചില ആളുകൾ ബ്രാത്ത് എന്ന് പറയാറുണ്ട്. ബ്രാത്ത് എന്നല്ല, ബറാഅത്ത് എന്നാണ്. ഈ ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ആ അറബി വാക്കിൻ്റെ അർത്ഥം എന്താണ്? മോചനത്തിൻ്റെ രാവ് എന്നാണ്. മോചനത്തിൻ്റെ രാവ്, അതായത് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നുള്ള മോചനം, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം, അള്ളാഹുവിൻ്റെ കഠോരമായ നരകത്തിൽ നിന്നുള്ള മോചനം, വിചാരണയിൽ നിന്നുള്ള മോചനം, അതുപോലെ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം. ഈ 5 മോചനങ്ങൾ നമ്മൾ ചോദിച്ച് വാങ്ങേണ്ട വലിയ ശ്രേഷ്ഠതയുള്ള ഒരു രാവാണ് ബറാഅത്ത് രാവ്, ശഅബാൻ 15-ാം രാവ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട രാവ്. ഇൻഷാ അല്ലാഹ് അന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് ഈ രാവിനെ പറ്റി മലക്കുകളുടെ അടുക്കൽ ഒരു സംസാരമുണ്ട്. കാരണം നമുക്ക് 2 പെരുന്നാളുണ്ട്, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ എന്നതുപോലെ മലക്കുകളുടെ ആ ലോകത്ത് അവർക്കിടയിൽ 2 പെരുന്നാളുണ്ട് എന്നാണ്. ഒന്നാമത്തെ പെരുന്നാൾ ലൈലത്തുൽ ബറാഅ, അത് ബറാഅത്ത് രാവാണ്. ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാൽ മലക്കുകൾക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്, തിരക്കുള്ള സമയമാണ്, അവർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ്. 2ാമത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ 2ാമത്തെ പെരുന്നാൾ അത് ലൈലത്തുൽ ഖദ്ർ എന്നാണെന്നറിയില്ല. ലൈലത്തുൽ ഖദ്ർ റമളാനിൽ ഏതോ ഒരു ദിവസം ഉണ്ടല്ലോ, ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ മലക്കുകൾക്ക് തിരക്കാണ്, അവർക്ക് ഭയങ്കര ബിസി ആയിരിക്കും. എന്താണ് അവർക്ക് തിരക്ക് വരാൻ, എന്താണ് അവർക്ക് സന്തോഷമുണ്ടാവാൻ കാരണം? അന്ന് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയിലുള്ള സത്യവിശ്വാസികൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തുക, അതിൽ പ്രധാനപ്പെട്ട സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എടുത്തുകൊണ്ടുപോവുക,
ഓരോ മനുഷ്യനും അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് നമുക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുക, നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അള്ളാഹു ആ ദുആയിലൂടെ തടയുമ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ നമ്മളിൽ നിന്നും അകറ്റി മാറ്റുക തുടങ്ങിയ ഒരുപാട് തിരക്കുകൾ. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് നമുക്ക് അറിവില്ല കൃത്യമായി, പക്ഷെ ഈ ബറാഅത്ത് രാവ് എന്നാണെന്ന് കൃത്യമായി നമുക്കറിയാം. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ മുത്തു മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ആദ്യമായി എൻ്റെ സ്വന്തം നഫ്സിനോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ നഷ്ടമാക്കരുത്, ഒരിക്കലും നമ്മൾ അലസമാക്കി കളയരുത്. ഈ ബറാഅത്ത് രാവിൽ അള്ളാഹുവിൻ്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രാവിൻ്റെ മഹത്വത്തെ പറ്റി പറയുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ, ഓരോ പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ വ്യത്യസ്തമായ രൂപത്തിൽ ഈ രാവിൻ്റെ മഹത്വം എഴുതി വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ആ രാവ് നഷ്ടപ്പെട്ടാൽ, ഈ ബറാഅത്തിൻ്റെ രാവ് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒരു ആയുസ്സാണ് നഷ്ടമാകുന്നത്. ഈ ബറാഅത്ത് രാവ് ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഒരു ആയുസ് മുഴുവനും അള്ളാഹുവിൻ്റെ വലിയ സഹായവും രക്ഷയും കിട്ടുന്ന രാവാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ വരുന്ന ബറാഅത്ത് രാവ് ആദ്യമായി മനസ്സിൽ കരുതേണ്ട ഒന്നാമത്തെ കാര്യം, ഇൻഷാ അല്ലാഹ് ഞാനന്ന് ഹയാത്താക്കും, ഞാനന്ന് ആ രാത്രി ഉപയോഗപ്പെടുത്തും, പരമാവധി ഞാൻ ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടുമെന്നുള്ള നല്ല നീയത്ത് ഈ സമയത്ത് തന്നെ നമ്മൾ എടുക്കേണ്ടതാണ്. എല്ലാവരും എടുത്തു എന്ന് വിചാരിച്ചിട്ട് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത്, ആ രാവും പകലും വന്നാൽ പരമാവധി ജമാഅത്തുകൾ നമ്മൾ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. പുരുഷന്മാർ, സ്ത്രീകൾ വീടുകളിൽ ഉമ്മമാര്, സഹോദരിമാര്, അതുപോലെ തന്നെ മരുമക്കൾ ആരൊക്കെയുണ്ടോ അവരുമായി ജമാഅത്തായി പ്രത്യേകം നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. സുന്നത്ത് നമസ്കാരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുക. ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ട്, ളുഹറിന് ശേഷം 4 റക്അത്ത്, അതുപോലെ തന്നെ അസറിന് മുമ്പ് 4 റക്അത്ത്, മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. പല പള്ളികളിലും ഉണ്ടാവില്ല, നിസ്കരിച്ചാൽ നല്ലതാണ്, ഖൈറാണ്. മഗ്രിബിന് ശേഷം അതുപോലെ തന്നെ 2 റക്അത്തുണ്ട്, അതുപോലെ ഇശാക്ക് മുമ്പ് 2 ഉണ്ട്, ഇശാക്ക് ശേഷം 2 ഉണ്ട്, അതുപോലെ വിത്ർ നിസ്കാരമുണ്ട്, ദുഹാ നിസ്കാരം, അതുപോലെ തഹജ്ജുദ് നിസ്കാരം. ഇങ്ങനെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾ പരമാവധി നഷ്ടപ്പെടുത്താതെ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുമെന്നുള്ള ഒരു നീയത്ത് നമ്മൾ രണ്ടാമതായി എടുക്കേണ്ടതാണ്. അതിന് വലിയ പ്രതിഫലമാണ്. യുളാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഇരട്ടി പ്രതിഫലം നൽകുന്ന ഒരു രാവാണെന്ന് മറന്നു പോവാൻ പാടില്ല. മാത്രമല്ല, ഒരുപാട് നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു രാവാണ്. ലൈലത്തുൽ ഖദ്റിൻ്റെ രാവ്, ബറാഅത്തിൻ്റെ രാവ്, അതുപോലെ ജുമുഅ ദിവസത്തിൻ്റെ രാവ്, പെരുന്നാൾ ദിവസങ്ങളുടെ രാവ്. ഈ രാവുകളിൽ ഒരു മനുഷ്യൻ, അതായത് ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലങ്ങൾ, നിഅമത്തുകൾ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പലപ്പോഴും ദുആരക്കുമായിരുന്നു, ലൈതനീ മിൻ ഉമ്മത്തി മുഹമ്മദ്, അള്ളാഹുവേ എന്നെ നീ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ പെടുത്തണേ. ഞാനൊരു പ്രവാചകനാണ്, പക്ഷെ എനിക്ക് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു ഉമ്മത്തിയാവണം. ആരുടെ? മുത്ത് റസൂലിൻ്റെ ഒരു ഉമ്മത്തിയാവണം. നമ്മളെപ്പോലെ ഒരു മെമ്പർ ആവണമെന്ന്, ഇസ്ലാമിൻ്റെ ഒരു മെമ്പർ ആവണം, മുത്ത് റസൂലിൻ്റെ സമുദായത്തിൻ്റെ ഒരു മെമ്പർ ആവണമെന്ന് ആര് ദുആ ചെയ്തു? മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും ദുആ ചെയ്തുവെന്നാണ്. എന്നിട്ടോ മഹാന്മാരിങ്ങനെ അതിൻ്റെ ആ ഒരു ഫളീലത്തുകൾ പറയുമ്പോൾ കാണാം, ആ രാവിൽ ഒരു മനുഷ്യൻ ഹയാത്താക്കിയാൽ വജബത്ത് ലഹുൽ ജന്ന, അവനിക്ക് സ്വർഗം നിർബന്ധമായി എന്നാണ്. സ്വർഗത്തിൽ കടക്കും, സ്വർഗത്തിൽ കടന്നേക്കാം, സ്വർഗത്തിൽ കടക്കുമായിരിക്കും എന്നൊന്നുമല്ല പറഞ്ഞത്, സ്വർഗം നിർബന്ധമായി കടന്നു എന്നാണ്. സ്വർഗം നിർബന്ധമായി എന്ന് വെച്ചാൽ ആ സ്വർഗത്തിൽ അവൻ കടന്നു എന്നാണ് അതിൻ്റെ ഉത്തരം. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇനി വരുന്ന ഈ ബറാഅത്ത് രാവ് നമ്മൾ പരിപൂർണമായും ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലൈലത്തുൽ ഇജാബ എന്നും ഈ രാവിന് പേര് പറയപ്പെടും. ലൈലത്തുൽ ഇജാബ എന്ന് പറഞ്ഞാൽ ഉത്തരങ്ങളുടെ രാവാണ്. ഉത്തരം അള്ളാഹു തആല ചോദിക്കുമ്പോൾ എന്തെല്ലാം നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നു അതിന് മുഴുവനും അള്ളാഹു ഉത്തരം നൽകുന്ന രാവാണ്. നമുക്കൊക്കെ എത്രയോ പ്രയാസങ്ങളുണ്ട്, നമ്മുടെ മക്കൾക്ക് രോഗങ്ങളുണ്ട്. ഒരു സഹോദരി പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു, ഒരുപാട് അവരിങ്ങനെ പറയുന്നുണ്ട്, ഓർത്തതുകൊണ്ട് ഞാനിപ്പോൾ പറയുകയാണ്. അവരുടെ മകൾ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്. അവരുടെ മോൾക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണ് ബോധം പോയിട്ട്
ഭയങ്കര പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫാ നൽകുമാറാവട്ടെ. നമ്മുടെ പരീക്ഷ എഴുതുന്ന മുഴുവൻ മക്കൾക്കും അല്ലാഹു തആല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ആരെല്ലാം നമ്മുടെ വീഡിയോകൾക്ക് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ, കമൻറ്റ് എഴുതാൻ അറിയാത്ത ഒരുപാട് ഉമ്മമാരുണ്ട്. ഒരുപാട് വയസ്സായ ഉമ്മമാർ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. ഉസ്താദേ, ഞങ്ങൾക്ക് ഈ കമൻറ്റ് എഴുതാനൊന്നും അറിയില്ല എന്ന് പറയുന്ന ഉമ്മമാരുണ്ട്. ആരും കമൻ്റൊന്നും എഴുതണ്ട, എഴുതിയാലും ഇല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള എന്തെല്ലാം മുറാദുകളുണ്ടോ അത് അല്ലാഹ് അറിയുന്നവനാണ്. അല്ലാഹു തആല നമ്മുടെ എന്തെല്ലാം മനസ്സിലുള്ള ഹലാലായ മുറാദുകളുണ്ടോ എല്ലാം അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾ ശിഫയാക്കുമാറാവട്ടെ. എന്തെല്ലാം പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല ഈ പരിശുദ്ധമായ ബറാഅത്ത് രാവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ യൻസിലു ലൈലത്തിൻ മിൻ നിസ്ഫി ശഅബാൻ ഇല സമാഇ ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ 15-ാം രാവിൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ്. ഇറങ്ങി വന്നിട്ട് ഭൂമിയിലേക്ക് നോക്കി അള്ളാന്റെ അടിമകളിലേക്ക് നോക്കിയിട്ട് അല്ലാഹ് പറയും, നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് നൽകാം, എന്തും ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് നൽകാം. ആ സമയത്ത് അള്ളാഹിനോട് ചോദിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എല്ലാം കൊടുക്കുമെന്നാണ്. അവൻ വേഗത്തിൽ ഉത്തരം ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഈ രാവിന് ലൈലത്തുൽ ഇജാബ എന്നും പേര് പറയപ്പെടാറുണ്ട്. നമ്മുടെ മക്കൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ഭർത്താക്കന്മാർക്ക് ജോലിയില്ല, ഭാര്യയ്ക്ക് ഒരുപാട് അസുഖങ്ങളാണ്, കുടുംബത്തിൽ ഖൈർ കിട്ടണം, അതുപോലെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവണം, നമ്മുടെ മക്കളുടെ പഠനത്തിൽ ബറക്കത്തുണ്ടാവണം. ഏറ്റവും ആദ്യമായി വേണ്ടത് നമ്മുടെ ജീവിതം ഖൈറിലാവണം, നാളെ സ്വർഗത്തിൽ കിടക്കണം, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഇതെല്ലാം ചോദിക്കാൻ പറ്റിയ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഒരു റൂമിലിരുന്ന് അല്ലെങ്കിൽ പള്ളിയുടെ ഒരു മൂലയിലിരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് ദുആ ചെയ്താൽ അല്ലാഹ് സ്വീകരിക്കുന്ന, കൂട്ടമായിട്ടൊക്കെ ദുആ ഉണ്ടാകും. പക്ഷെ കൂട്ടമായിട്ട് നമ്മൾ എത്ര ദുആ ചെയ്താലും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് പറയുമ്പോഴല്ലേ നമുക്കതൊരു എന്താ പറയുക, ഒരു മനസ്സമാധാനം ഉണ്ടാവുക. പള്ളിയിലെ ഉസ്താദുമാർ കൂട്ടമായിട്ട് ദ്വാരക്കൊന്നുണ്ടാകും ആ രാത്രിയിലൊക്കെ. അപ്പോൾ അതിലും പങ്കെടുക്കുക. അതല്ലാതെ മാറി നിന്ന് നമ്മൾ സ്വന്തമായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടോ അതൊക്കെ അള്ളാഹുവിനോട് പറയേണ്ടതാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ആ രാവിലും പകലിലും മാത്രമല്ല, ഇനിയുള്ള എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ബറാഅത്ത് രാവിലും പകലിലും നമ്മൾ നിസ്കാരങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് ദുആകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ സാധാരണയായി കാലാകാലങ്ങളിലായി നമ്മൾ ചെയ്തു വരുന്ന വലിയൊരു അമലാണ് 3 യാസീൻ ഓതുക. അത് നമുക്ക് അസറിന് ശേഷവും ഓതാം, മഗ്രിബിന് ശേഷവും ഓതാം. ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം പറയുന്നത് മഗ്രിബിന് ശേഷമാണ്. ഇനി മഗ്രിബിന് ശേഷം ഒരാൾക്ക് ഓതാൻ പറ്റൂല, എന്തെങ്കിലും തിരക്കുകളാണെങ്കിൽ അസറിന് ശേഷം ഓതിയാലും മതി. അള്ളാഹയാണല്ലോ കൂലി നൽകുന്നവൻ, അള്ളാഹു അതിന് പ്രതിഫലം നൽകും. അള്ളാഹു നൽകുമാറാവട്ടെ. 3 യാസീൻ നമ്മൾ ഓതാറുണ്ട്. ഒന്നാമത്തെ യാസീൻ, നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് വേണം, അല്ലേ? നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് വേണം. എത്ര കാലം ജീവിക്കുമെന്നറിയില്ല. ജീവിക്കുന്ന കാലം ആഫിയത്തുള്ള ദീർഘായുസ്സായി നമുക്ക് ജീവിക്കണം. ആഫിയത്തുള്ള ആരോഗ്യം വേണം, ദീർഘായുസ്സും വേണം, ആരോഗ്യവും വേണം. അതിനുവേണ്ടി നമ്മളൊരു യാസീൻ ഓതുക. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും. അതുപോലെ നമ്മുടെ റിസ്ക് വിശാലമാവണം. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വെള്ളം, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, ഇതെല്ലാം റിസ്ക്കിൽ പെടും. റിസ്ക് വിശാലമാവണം. അതാണ് രണ്ടാമത്തെ യാസീൻ. മൂന്നാമത്തെ യാസീൻ, നല്ല മരണം, ഹുസ്നുൽ ഖാത്തിമ, നല്ല അന്ത്യം, നല്ല മരണം കിട്ടണം. മാത്രമല്ല അതോടൊപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ്, നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും ആ യാസീൻ നമുക്ക് നിയത്താക്കി ഓതാവുന്നതാണ്. 3 യാസീൻ നമ്മൾ ഓതേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സൂറത്ത് ദുഹാൻ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട്. അന്ന് പ്രത്യേകം സുന്നത്താണ് സൂറത്തു ദുഹാൻ ഓതൽ. മാത്രമല്ല സൂറത്തുൽ മുൽക്ക്, സൂറത്തു ദഹർ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ റഹ്മാൻ, ആയത്തുൽ കുർസി, ആമന റസൂലു, ലൗ അൻസൽന, അതുപോലെ അറിയാവുന്ന എന്തെല്ലാം മഹത്തരമായ ആയത്തുകളും സൂറത്തുകളുണ്ടോ എല്ലാം അന്ന് നമുക്ക് പാരായണം ചെയ്യാൻ സാധിച്ചാൽ വളരെ പുണ്യമാണ്. അതുപോലെ ദിക്റുകൾ പറയുക. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതൊരു ആയത്ത് കൂടിയാണ്, ദിക്റും കൂടിയാണ്. ആ ദിക്ർ പറയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ ദിക്ർ പറയാം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, വളരെ ശ്രേഷ്ഠമുള്ള, നമ്മുടെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എല്ലാം അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്ന തരത്തിൽ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ മാറുന്ന തരത്തിൽ നമുക്ക് നിയ്യത്താക്കി ഓതാൻ പറ്റിയ ഒരു ആയത്തും ഒരു ദിക്റും കൂടിയാണ്. ഏത്? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അത് ഒരുപാട് വട്ടം പറയാം. അതുപോലെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്, അത് പറയാം. അതുപോലെ തൗബ ചെയ്യുക. തൗബ ചെയ്യുന്ന പറഞ്ഞാൽ അള്ളാഹു ഇനി ഞാനൊരു പാപവും ചെയ്യില്ല, എൻ്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകണം എന്ന് കരഞ്ഞ് ദുആരക്കലാണ് തൗബ. അതുപോലെ ഇസ്തിഗ്ഫാർ ഒരുപാട് പറഞ്ഞ് റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന
ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ ഒരു ആയത്ത് നമ്മൾ ഒരുപാട് വട്ടം പറയുക, ഒരുപാട് ദുആ ചെയ്യുക. കഴിയുന്ന രൂപത്തിൽ അന്ന് രാത്രിയിലും അന്നത്തെ ആ രാവിലും അതുപോലെ തന്നെ പകലിലെല്ലാം എന്ത് ചെയ്യണം? സ്വതക്ക കൊടുക്കുക. ഒരു 10 രൂപയെങ്കിൽ 10 രൂപ മറ്റുള്ള ഒരു പാവപ്പെട്ട ആൾക്ക് കൊടുത്താൽ അതൊരു ഖൈറാൻ. അതുപോലെ കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ചേർക്കാത്ത ആൾക്ക് ഈ പറയുന്ന ഒരു നന്മയും കിട്ടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ആ രാവ് കഴിഞ്ഞ് കിടന്നുറങ്ങുമല്ലോ, ഉറങ്ങുന്ന സമയത്ത് വുളൂഓടുകൂടി കിടക്കുക. അതുപോലെ തന്നെ അന്ന് ആ രാവ് നമ്മൾ കിടന്ന് ആ രാവിൽ നമ്മൾ ഈ ഇബാദത്തെല്ലാം ചെയ്തിട്ട് കിടന്ന് അത്താഴത്തിന് നമ്മൾ എഴുന്നേക്കണം. കാരണം പിറ്റേന്ന് ബുധനാഴ്ച നമുക്ക് നോമ്പുണ്ട്. ആ നോമ്പ് പിടിക്കാൻ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, അത്താഴം കഴിക്കുക, ആ സമയത്തുള്ള സുന്നത്തുകൾ എടുക്കുക. പിന്നെ അന്നത്തെ പകലിലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന കാര്യത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ആദാബുകൾ, മര്യാദകൾ പാലിക്കുക. പല ആളുകളും ചോദിക്കുന്നു, ഉസ്താദ് നോമ്പിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്? നോമ്പിൻ്റെ നിയ്യത്ത് നമുക്ക് 2-3 നിയ്യത്ത് വെക്കാം. ഒന്ന്, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ ഒരു സുന്നത്ത് നോമ്പ് ഞാൻ പിടിക്കുന്നു. അതുപോലെ ബറാഅത്തിൻ്റെ നോമ്പ്, ശഅബാൻ 15-ന്റെ സുന്നത്തായ നോമ്പ് ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു. അതുപോലെ അയ്യാമുൽ ബീലിൻ്റെ സുന്നത്തായ നോമ്പ്, അങ്ങനെയും നമുക്ക് പറയാം. ആ ഒരു നിയ്യത്തും വെക്കും. അയ്യാമുൽ ബീലിൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതോടൊപ്പം തന്നെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടെങ്കിൽ ആ നോമ്പും ഞാൻ ഇതിൻ്റെ കൂടെ പിടിക്കുന്നു എന്ന് 4 നിയ്യത്ത് നമുക്ക് വെച്ചാൽ 4 നോമ്പിൻ്റെയും പ്രതിഫലം കിട്ടും. അതൊന്നും കിട്ടൂല, ഒരുപാട് നിയ്യത്ത് വെച്ചാൽ ഒരു നോമ്പിൻ്റെ പ്രതിഫലം കിട്ടൂ എന്നൊക്കെ പറഞ്ഞ ആളുകളെ വസ്വാസാക്കാൻ പല ആളുകളും ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഏതെല്ലാം നോമ്പുകൾ നമ്മൾ ആഡ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള കൂലി പടച്ചവനാണ് തരുന്നത്. അള്ളാഹ് ഇത് തരാനൊന്നും ഒരു പ്രയാസവുമില്ല. അള്ളാഹു നൽകും, അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുക. മാതാപിതാക്കൾ മാത്രമല്ല, ചിലപ്പോൾ ഭാര്യമാർ മരണപ്പെട്ടിട്ടുണ്ടാകും, കുട്ടികൾ, അതുപോലെ അയൽവാസികൾ, സഹോദരന്മാർ, ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെയൊക്കെ ഖബറുകളിൽ പറ്റുമെങ്കിൽ അവിടെ പോയി സിയാറത്ത് ചെയ്യുക. ഇല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ, ഉമ്മമാർക്കൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി യാസീൻ ഓതുകയോ അല്ലെങ്കിൽ സ്വലാത്ത് ദിക്റൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി ഹദിയ ചെയ്ത് ദുആ ചെയ്യണം. അത് മറന്നു പോവാൻ പാടില്ല. ഇതൊക്കെയാണ് പരിശുദ്ധമായ ബറാഅത്ത് രാവ് വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴേ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ഇപ്പോഴേ മനസ്സിൽ കരുതേണ്ട, നമ്മൾ പറയേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങളുള്ള വീഡിയോകൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ പറയപ്പെട്ട അമലുകൾ, ഇതല്ലാത്ത എന്തെല്ലാം അമലുകളുണ്ടോ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനും പ്രത്യേകിച്ച് ബറാഅത്ത് രാവിൻ്റെ പുണ്യം കരസ്ഥമാക്കുവാനും അല്ലാഹുവിൻ്റെ യഥാർത്ഥ നല്ല അടിമകളിൽ ഉൾപ്പെടാനും പടച്ചവൻ തന്നെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.